ഈശ്വരോ ഭഗവാനെ, എല്ലാ പ്രാവശ്യവും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ പുറത്തിരിക്കുന്നവർക്ക് തോന്നുന്നു എന്തിനാണ് ഇവൻ ആദ്യമേ തന്നെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുന്നതെന്ന്. ഒരു നെഗറ്റീവ് പറഞ്ഞ് ഒരു പോസിറ്റീവിലേക്ക് എത്തിയാലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ വരണേ ഈശ്വരാ. എന്നാലേ ഇവിടെ ഇരിക്കുന്ന ഗുളികകളൊക്കെ വിറ്റ് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭഗവാനെ രക്ഷിക്കണേ. ആ, അത് കൊള്ളാം. നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന്. ഞാനല്ല ശരിക്കും സ്റ്റാഫ്, ഞാൻ ഇവിടുത്തെ മുതലാളിയാ. ഇവിടെ ഒരുത്തിയുണ്ട് സ്റ്റാഫ് എന്നും പറഞ്ഞ്. അവള് തോന്നുന്ന സമയത്തേ വരത്തുള്ളൂ. അവൾക്ക് 10, 10:30, 11 മണി അവൾക്ക് പോകുന്ന സമയത്ത് അവൾക്ക് പോകാം. പിന്നെ വേറെ കാര്യമുണ്ട്, അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവളുടെ ഫാർമസി ലൈസൻസ് വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയത്തില്ല. അതിൻ്റെ അഹങ്കാരം അവ കൊണ്ട്. അവൾ ഇന്നിങ്ങോട്ട് വരട്ടെ, അവളുടെ ലൈസൻസ് ഞാൻ എടുത്ത് ഇതുപോലെ വലിച്ചു കീറിയിട്ട് അവളെ ഇന്ന് ഇല്ലാത്തത് അടിച്ച് പിന്നെ വെക്കും ഞാൻ. ആ വരുന്നുണ്ട് സുന്ദരി കോത. ആഹാ, ശാലിനി എവിടെ പോകുന്നു? ഫിഗർ ചെയ്യാൻ പോകുന്നു. കോട്ടയം ശാലിനി എവിടെ പോണെന്നല്ലേ ചോദിച്ചത്. പിന്നെ ശാലിനി എവിടെ പോണെന്ന്. എന്താ എന്ത് എന്ത് ഇത്ര സമയം എവിടെ ആയിരുന്നു? അമ്പലത്തിൽ പോയെണ്ണ. അമ്പലത്തിലോ? ചാലി, എന്താണ് സമയം എത്രയായി? അണ്ണാ 10:30 ആയണ്ണ. 10:30? ഇത്ര നേരം എവിടെയാണ് ചാലി? ഈ സമയത്ത് കാലത്ത് വന്ന് ഷോപ്പ് തുറക്കണമെന്ന് അറിയത്തില്ലേ ശാലിക്ക്? ഞാൻ അമ്പലത്തിൽ പോയെണ്ണ. അമ്പലത്തിൽ എന്തിനു പോയി? അണ്ണന്റെ പേരിൽ ഒരു ശസ്ത്രസംഹാര പൂജ ഉണ്ടായിരുന്നു, അത് കഴിപ്പിച്ചു. പിന്നെ ഞാൻ ദൈവത്തിനോട് തൊഴുത് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥന? ഭഗവാനേ, എന്റെ അണ്ണന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളയെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കറക്റ്റാ, പക്ഷെ ഒന്നും മാറിപ്പോയി. എന്ത്? നീ പ്രാർത്ഥിച്ച എന്ത് കൊള്ളരുന്ന? കാലിലൊരു മുള്ളു പോലും കൊള്ളലെന്ന്. മുള്ളല്ല കൊണ്ടത്, പിന്നെ മുള്ളിന്റെ അപ്പുറത്ത് കിടന്ന കുപ്പിച്ചില്ല കൊണ്ടത്. 8 സ്റ്റിച്ച്. എന്തിനാ? 4 സ്റ്റിച്ചിന്റെ കാര്യമേ ഉള്ളായിരുന്നു. പക്ഷെ മെഡിക്കൽ ഷോപ്പിന്റെ ഓണർ അല്ലേ, ഇവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, 8 സ്റ്റിച്ച് അങ്ങിട്ട് തള്ളിക്കോളാൻ പറഞ്ഞു. പഠിച്ചിരിക്കുന്ന പോലെ ഇരിക്കണമെന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞത്. പിന്നെ അണ്ണാ, ഞാൻ ഇന്നലെ മുതലേ ഞാൻ അണ്ണൻ്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ അണ്ണ എന്റെ അടുത്ത് നിന്ന് തരുന്നില്ലല്ലോ. എന്തുവാ? അണ്ണ ശമ്പളം ഒന്ന് കൂട്ടി തന്നെ അണ്ണ. അണ്ണനെ അറിയാലോ, ഞാൻ ഒരു പ്രാരാബ്ധ കാര്യമല്ലേ അണ്ണ. നിനക്ക് പ്രാരാബ്ദം? പിന്നെ നീ ഇവിടെ വരുമ്പോ നിന്റെ ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ. ഞാന് ഓലപ്പുര വീട്ടിൽ നിന്നായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ നിന്റെ ജീവിത ചുറ്റുപാടെന്ന് പറഞ്ഞേ. 2 നില വീട്. ഞാനിത് തുടങ്ങുമ്പോ എന്റെ ചുറ്റുപാടെന്ന് പറഞ്ഞേ. അണ്ണ 2 നില വീട്ടിൽ നിന്നായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെയാ വാടകയ്ക്ക്. അപ്പൊ ആർക്കാ പ്രാരാബ്ദം? അന്ന് ഈ നാട്ടുകാർ കേക്ക് ഇതൊക്കെ പറയുന്നതിനാ. അണ്ണന്റെ പ്രാരാബ്ദം എന്നോട് അങ്ങ് പറഞ്ഞാ പോരെ. നിന്നോട് വന്നിരുന്ന് പറഞ്ഞാണ് ഞാൻ ഈ കോലത്തിലായത്. അതെ, നിനക്കൊരു കാര്യം അറിയാവോ? എന്താണ്? എന്റെ അച്ഛന്റെ എവിടെ? അച്ഛന്റെ അച്ഛന്റെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ ഷോപ്പായി ഇത്. അതെ, ഈ ഇരിക്കുന്ന അച്ഛന്റെ അച്ഛനില്ലേ, ആ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാവോ? എന്താണ്? മക്കളെ, ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാ ഇതാ. ഇങ്ങനെ പറയുന്നേ? ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതാണെന്ന് എനിക്ക് ഞാനാണ് പറയുന്നതെന്ന് പറയും. അതുകൊണ്ട് ലൈസൻസ് കൊടുത്തു പോയല്ലോ. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. അല്ല, ഇപ്പോഴും ആ പാരമ്പര്യത്തിന് ഒരു കുറവില്ലല്ലോ. എന്ത്? ഇല്ലായ്മയിൽ തുടങ്ങിയപ്പോ ഇല്ലായ്മയിലോട്ട് പൊക്കോണ്ടിരിക്കാണ്. ഈ ഒറ്റ കാരണം ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അണ്ണ ഇതൊന്നും മുമ്പിലിടണ്ണ. എന്ത്? അപ്പനെ ഇത്രയും വലിച്ചു നീട്ടുന്നുണ്ടല്ലോ. അതാ ഈ മൂന്നാമതിരിക്കുന്ന ആളില്ലേ, ഈ ഇരിക്കുന്നവരൊക്കെ ആരാരെന്നറിയാവോ? ആരാ? അവരൊക്കെ ഭയങ്കര ജാടവൈദ്യന്മാരായിരുന്നു. വൈദ്യരായന്റെ ജാടയാണ് ഇത്. ജാട ഉള്ള വൈദ്യ, മറ്റേ ഈ സാധനമൊക്കെ പച്ചമരുന്നൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ലാടവൈദ്യൻ. എന്റെ ദൈവമേ, ലാടവൈദ്യന്മാരായിരുന്നു. അപ്പൊ ഈ ലാടവൈദ്യ 4-മതിരിക്കുന്ന അപ്പൂപ്പനില്ലേ, അപ്പൂപ്പൻ ആരാരെന്നറിയാവോ? ഇല്ല. ആയിരുന്നു. ഏത് ഫ്ലാറ്റിന്റെ? ഫ്ലാറ്റിന്റെ ആണോ? പിന്നെ കൂർക്കാന്ന് പറഞ്ഞു. കൂർക്കാട പണിയായിരുന്നു. കൂർക്കാട പണി. ഞങ്ങൾ അത് മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്കൊക്കെ കൊടുക്കും. എന്തിന്? കേട്ടിട്ടില്ലേ പനിക്കൂർക്ക? പനി വരുന്ന പനിക്കൂർക്ക. ലൈസൻസ് ഞാൻ കൊടുത്തു പോയല്ലോ. ഇല്ല, അതെ,
ഒരു കാര്യമുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്. എന്താണ്? സമയം കളയാതെ കാലാവസ്ഥ നിരീക്ഷകത്തിൽ വിളിച്ചിട്ടെ മഴ എപ്പോ പെയ്യും എന്നൊന്ന് ചോദിക്ക. ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണത്തിൽ വിളിച്ചു ചോദിക്കുന്നത്? എടി അവന്മാര് മഴ പെയ്യും എന്ന് പറയുന്നല്ലാതെ മഴ പെയ്യുന്നില്ല. ഈ മഴ പെയ്താലേ പനി വരൂ, പനി വന്നാലേ ജലദോഷം വരൂ, ജലദോഷം വന്നാലേ ചുമ വരും. ഇത് വന്നാലേ നമുക്ക് കൊടുക്കുന്ന മരുന്ന് കഴിക്കാൻ പറ്റും. ആ, അതിന് വേണ്ടിയിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന വെള്ള ഗുളിയൊക്കെ പാരസിറ്റമോൾ ഗുളിയൊക്കെ തന്നെ പൊടിയാൻ തുടങ്ങി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. മഞ്ഞ കളറായി ആ അവല് ഗുളിയൊക്കെ ഇപ്പൊ അവല് നനച്ചു വെച്ച പോലെ ഇരിക്കും ഇപ്പം. ശർക്കര ഇട്ട മാത്രം മതി. ബാക്കിയെല്ലാം ഓക്കേ. ഇതിനടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഡേറ്റ് കഴിഞ്ഞ ഗുളികളൊക്കെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഇവിടെ ഒറ്റ സാധനം കാണത്തില്ല ബാക്കി. ഇതെന്ത് സാധനം ഇത്? അത് പേന. പേനയാണോ? ഈ 8-ാം തീയതി ഡേറ്റ് കഴിയുന്ന ഗുളിയുടെ തൊട്ടിപ്പുറത്ത് ഒന്നിട്ടാൽ 10 ദിവസം കൂടെ നമുക്ക് ഓടിക്കാം. 10 ദിവസം കൂടെ ഓടിക്കാം. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാ. ആണോ ഈ വയറ്റിന്ന് പോകാൻ എന്താ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യാം. ഇത് ചുമ്മാതെ അങ്ങനെ ഇങ്ങനെ മരുന്ന് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ? ഒന്നെങ്കിൽ നമ്മൾ ആളെ കാണണം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. എന്റെ അപ്പച്ചിയുടെ മോനാ ശംഭു. ഞാൻ ആളെ കാണിക്കാൻ പറ്റും. കാണിച്ചിരുന്നാണ്. ഇയാളെ കാണിച്ചേ. ഇതാണോ? ആ ഇതാണ്. ഒരു കാര്യം ചെയ്യ്. ഇവന് എന്താ അസുഖം എന്ന് പറഞ്ഞേ? അവൻ വയറ്റിന്ന് പോകുന്നില്ല. ആദ്യം ഇവന്റെ വയറ്റിലോട്ട് പോകാൻ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പോകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം കേട്ടോ. അത് ശരി, ആയിക്കോട്ടെ. ദൈവമേ, ഇതെല്ലാം തറയെ കിടക്കുകയാണ് ഈ ആ അത് മേടിക്കുന്ന പുളി അതങ്ങോട്ട് പറ്റി വെച്ചാ. ഹലോ, ഇരിക്കാൻ വന്നാണോ? അല്ല, വഴി പോകുന്ന കണ്ടു. മെഡിക്കൽ സ്റ്റോർ ആണല്ലേ? അല്ല, ഇത് പോത്തിറച്ചി വിൽക്കുന്ന കട. അതല്ല, വേറെ ആരും ഇല്ലേ? ആളുണ്ട്, വിളിക്കണോ? വിളിക്കണോ? അല്ല, എന്താ സംഭവം? തനിക്ക് എന്താ വേണ്ട? ഗുളിക വേണം? എന്താ മരുന്ന് വേണം? ടോണിക്ക് വേണം? എന്ത് വേണം പറ. അതെ, ഇതുണ്ടോ? ഏതുണ്ടോന്ന്? അന്നാ പിന്നെ നമ്മളെ എനിക്കറിയത്തില്ല. നേരത്തെ വന്നിട്ട് പോയിട്ട് ഇതുണ്ടോന്ന് ചോദിച്ചു. എന്താ ഏതുണ്ടോന്ന് എനിക്കറിയാതെ. നിനക്കറിയോ ഇയാള്? എനിക്കറിയാം. എന്റെ കൂട്ടുകാരില്ലേ അനിത, അനിതയുടെ കാമുകനാ. അടുത്ത മാസം ഇവര് ഒളിച്ചോടാൻ പ്ലാൻ വെച്ചേക്ക. പക്ഷെ ഇയാള് എന്തിന് എന്നെ കണ്ടപ്പോ എന്തിനാ? പേരെന്തോന്നറിയാം? ആര്? വിനോദ്. വിനോദ് എന്നാണോ? ആ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ പേര് വരൂ. അത് ശരി. ആഹാ വിനോദ്. ഒരു കാര്യമുണ്ട്. എന്താണ്? നീ ആ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് തുറന്നു വെച്ചാൽ അലമാരയുടെ ബാക്കി കാണൂടി. ഏതാണ്? അലമാരയുടെ ബാക്കി ഏതാ ഗുളിയും എടുത്തോണ്ട് വന്നേ. ഏതോ? ഓ ശരി ശരി. ഇവനൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ വന്ന് ചോദിച്ചാ പോരെ നമ്മൾ. പിന്നെ അണ്ണ മറ്റേ എനിക്കൊരു ബലമായ സംശയം ഇവൻ മോഷ്ടിക്കാമെന്നാണെന്നോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാനിവിടെ ഈ ഇതിന്റെ 4 സൈഡിലും PVC വെച്ചിട്ടുണ്ടല്ലോ ക്യാമറ. CCTV. എടുത്തോണ്ട് ഈ ഗുളി അവിടെ കൊണ്ടുവച്ചിട്ട് എടുത്തോണ്ടോ. ഓക്കേണ. എന്താന്നറിയാ? പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ കിട്ടിയില്ല എനിക്ക്. എന്ത്? ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ്? എന്താണ്? ബൂസ്റ്റ് വേണോന്ന്. ബൂസ്റ്റ് ആണോ പറയണ്ടേ? ഇപ്പുറത്തിരിക്കുന്ന ബൂസ്റ്റ്. ബൂസ്റ്റ്. ഇത് നേരത്തെ വാതർന്ന് പറഞ്ഞാൽ മതിയില്ല. എന്തിനാ? എത്ര രൂപ വരും? ഇത് 350. അത് ഇച്ചിരി കൂടുതലാ. ചെറുതല്ല, ഇച്ചിരി ഷോർട്ട് അടിക്കാൻ പറ്റും. ഏത് ചെറുത്? ഇതിന്റെ വില കുറഞ്ഞതാ. അത് 150 രൂപ മതിയോ? ഈ പാക്കറ്റ് കിട്ടുമോ? പാക്കറ്റ് ചായക്കട ചെന്ന് ചോദിച്ചു. 5 രൂപയുടെ. എടാ ഇത് വേണമെങ്കിൽ നീ പൈസ തന്നിട്ട് കൊണ്ടുവന്ന് നോക്ക്. അല്ല, ഇത് 350. 350. ആ കേട്ടുണ്ടേ. അത് ഇതിനാണ് ഇവിടെ കിടന്ന് വട്ടം തിരിയുന്നല്ലേ. കിട്ടിയില്ല, പെട്ടെന്ന് കിട്ടിയില്ല. കിട്ടത്തില്ല. ശരിയെന്നാ. പേരെന്താന്ന് പറഞ്ഞേ? പേര് വിനോദ്. വിനോദ്. ഓ ശരി ശരി വിനോദ്. ശരിക്കും ഞാൻ അതിനല്ല വന്നത്. വേറെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം പുതുക്കി ഒന്ന് വെക്കണേ. പുതുക്കി ആ ബാക്കിൽ ചെന്നിട്ട് അതിനെ ഒന്ന് പുതുക്കി വെക്ക്. പുതുക്കൊക്കെ ഇവിടെ നാട്ടുകാർ കൊണ്ട് പണയമല്ല വിട്ടിരിക്കുന്നത്. പുതുക്കി വെക്കാൻ. ഇനി ഗുളിയൊക്കെ ഒന്ന് മാറ്റിയപ്പടി. എന്താണ് ഇത്? എന്തോ ശരിക്കും ഞാൻ ബൂസ്റ്റ് മേടിക്കാൻ വന്നതല്ല. ഇതെന്ത് മേടിക്കാൻ വന്നു? ഈ ഹോർലിക്സ് ഉണ്ടോ? ഹോർലിക്സാ? ഇയാള് ബൂസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബൂസ്റ്റ് ആയിരുന്നല്ലോ. ടെൻഷൻ എന്തിന്? ഈ വീട്ടിൽ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അലയടിയോട് അലയടി. എന്തിന്? ഈ ബൂസ്റ്റ് ശരിക്കും ഹോർലിക്സിനെ ഇവര് ബൂസ്റ്റ് ചെയ്തത്. ഹോർലിക്സാ? എന്റെ മൈൻഡിലേക്ക് കയറിയ ബൂസ്റ്റ് എന്നല്ലേ. അതാണ് ഈ ബൂസ്റ്റ് മാറ്റി തരണം. ഇത് മാറ്റി ഹോർലിക്സ് ആക്കി തന്നെ. എന്താണ്? പുള്ളിക്ക് ബൂസ്റ്റ് അല്ലേ വേണ്ട, ഹോർലിക്സ്. അല്ല അത് തന്നെ ഹോർലിക്സ്. അല്ല പുള്ളി ബൂസ്റ്റ് അല്ലേ ചോദിച്ചേ? അത് പുള്ളി എന്റെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നാൽ ഹോർലിക്സ് എടുത്തോട്. ഹോർലിക്സ് സെയിം അല്ല തന്നെയല്ലേ? ഹോർലിക്സ് ഉണ്ട്.
ശരി വിനോദ്. സെയിം റേറ്റ്. സെയിം റേറ്റ് ഉണ്ട്, സെയിം റേറ്റ് തന്നെ വിനോദ. ശരി ശരി വിനോദേ. എന്താ വിനോദ, എന്തേലും ഉണ്ട് വാ തുറന്ന് പറ. ഈ വന്നേ വാ. ആ ഓർഡർ ഇതല്ല, എനിക്ക് മനസ്സിലായി. അണ്ണാ അത് ഞാൻ ഈ ചെറുപ്പക്കാര് സംഭവം അതല്ല സാധനം എന്നാ ഏത്? അല്ല അണ്ണാ അതല്ല സ്ട്രോബെറിയുടെ ഫ്ലേവർ. സ്ട്രോബെറി ഫ്ലേവർ. ചെറുപ്പക്കാർ ആൾക്കാർ ചമ്മര ആദ്യം കാണും. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എനിക്ക് മനസ്സിലായത് അതല്ലെന്ന് പിന്നെ ഞാൻ കെട്ടമ്മളെ പെണ്ണിന്റെ കൂട്ടുകാരിയാണ് കഴിക്കണത്. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എനിക്കിത് എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടേ ഇത് രണ്ടാമത്തെ വരവില് സംഗതി പിടിയിട്ട, പിന്നെ ഞാനങ്ങ് വെറുതെ വിട്ടു തന്നതാണ്. ശരിയെന്നാ, ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഈ ഓരോ ചെറുപ്പക്കാരുടെ കാര്യം ഇതൊക്കെ ആദ്യം വരുമ്പോഴത്തേന് പാത്ത് പൊളിച്ചു, പിന്നെ വന്ന് കേറി. അയ്യേ അയ്യേ ഏ? അയ്യേ എന്ത്? അയ്യേ ഏ? എന്താണിത്? ഏ? ഇതെന്താണിത്? വിനോദ്, ഏ? ഇതെന്താണ്? ആവശ്യമുള്ള സാധനം ഏത്? ഇതല്ലേ വേണ്ടത്? എന്റെ ചേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? എനിക്ക് ക്രിമികടിയുടെ അസുഖമാണ്. ക്രിമികടിയുടെ അസുഖമാണ്. റിമികടിയുടെ ഗുളിയെ കൊന്നാണോ? അത് ഞാൻ എങ്ങനെ ചോദിക്കും? ഞാൻ കെട്ടായിരിക്കുന്ന പെണ്ണിന്റെ കൂട്ടുകാരിയാ. അവൾ അപ്പൊ തന്നെ ഓൺലൈനിൽ ഇടും. അവള് വാട്സപ്പ് തുറന്ന അപ്പൊ തന്നെ വിടും. ഇത് അവൾ അറിഞ്ഞ എന്റെ കുടുംബം പോകും. അതുകൊണ്ടല്ലേ ഞാൻ രഹസ്യമായിട്ട് കറങ്ങി ഞാൻ എങ്ങനെ ഇന്റു അടിച്ച ഇവിടം വരെ വന്നത്. എനിക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്രിമികടിയാണ് നിനക്ക്. ക്രിമികടിയുടെ ആദർന്ന് പറഞ്ഞത് ഞാൻ അടുത്തത്തിൽ ഇവിടെ ഉണ്ടല്ലോ ക്രിമികടിയുടെ ഗുളിക. ഫാദറെന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? നിങ്ങൾ ശാലിനേ. ഇല്ലേ? അതിനെന്തിനാ അവരെ വിളിക്കണത്? വേണ്ടെന്നറിയോ? എന്ത് ഗുളികയാണ്? ക്രിമികടിയുടെ പിന്നെ അതെ ക്രിമിടി ശല്യം ഉണ്ടാ? ശല്യം വരുമ്പോ ഞാൻ ഇച്ചിരി ചോറ് അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കും. അത് കഴിച്ചിട്ട് അത് എന്റെ പാട്ടിന് അങ്ങോട്ട് പോയിക്കോളൂ. തനിക്ക് മനസ്സിലാണോ ഇത്? എന്തിനാണോ എനിക്ക് എന്തിനാണോ ഇത് കൊണ്ടൊക്കെ ആ പുട്ടുണ്ടാക്കി കഴിക്കും? പുട്ടുണ്ടാക്കി ഒരു ജീവിതം തളിപ്പിച്ചപ്പോ മനസ്സിലായില്ലടോ എനിക്ക്. ഞാനെന്ത് ജീവിതം തളിപ്പിച്ചെന്ന് ഇവിടെ തന്നെ ഞാൻ രഹസ്യമായിട്ടല്ലേ പറഞ്ഞത്. എത്ര പ്രാവശ്യം പാസ് ചെയ്തോ ഞാൻ ഇങ്ങനെ കൂടി. താൻ തന്റെ വേറെ മൈൻഡിലാണോ താൻ എന്നെ എടുത്തത്? അയ്യോ തന്നെ ഞാൻ വെച്ചേക്കലടോ. ഈ കടി തീരുമ്പോ ഞാൻ വരുവടോ. അതെ അണ്ണാ. ഈ ഗുളിയെ ഞാനെന്ത് അണ്ണാ ഈ ഗുളിയെ ഞാൻ പുട്ടുവഴിക്ക് തന്നെ പറഞ്ഞിട്ട് പോയി. അണ്ണൻ തിന്നെ. എന്ത്? അണ്ണന്റെ ക്രിമിടി അങ്ങ് മാറി കിട്ടും.